ഹലോ ഫ്രണ്ട്സ്, അപ്പം ഈസി സേവിലേക്ക് സ്വാഗതം. ഓക്കെ അപ്പം ഞാൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് അല്ലാണ്ട് ഏകദേശം സീക്രട്ട് പൊട്ടിച്ചറിയാൻ വെച്ചാൽ ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയെടുത്ത് വെച്ചെല്ലാം നിർത്തി. നമ്മൾ വേറെ സ്ഥലത്താണ്. ഓക്കെ, ഉണ്ടല്ലേ, നമ്മൾ വേറെ സ്ഥലത്താണ്. ഇവിടെ നമ്മൾ ചെറിയൊരു ബേസും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു ഡോഗിനെ പിടിച്ചിട്ടുണ്ട്. വേറെ നല്ല ഇവിടെ നമ്മൾ ഓരോ പണിയെടുക്കുമ്പോൾ ഫുഡിന് ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. അപ്പോൾ ഇവനുണ്ടെങ്കിൽ ഇവനെ എവിടേക്കൂടെ ഏതെങ്കിലും ഒരു ആട് പോയാൽ ആ ആടിനെ അവനങ്ങ് കൊന്നുകൊള്ളും. അതിനെക്കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ ഒരു ചെറിയൊരു പാലം, ഒരു ബ്രിഡ്ജ് പണിത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ. ഇവിടെ നമ്മളെ ഫാർമിങ് ലാൻഡ് ആടെയല്ല, കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകും ഉണ്ടാവുക. കാരണം ഇവിടെ തന്നെ ബേസിനടുത്ത് ഉണ്ടാക്കില്ല. അപ്പം നമ്മളെ വീട് ഈ എപ്പിസോഡ് കഴിയില്ല. കാരണം കുറച്ച് വലിയ വീടാണ് ഗൈസ് ഉള്ളത്. ഇത് ഈ വീടിൻ്റെ ഒരു ഔട്ട്ലൈനിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഇതിനകത്തുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് വീടുണ്ടാക്കാനുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ എൻ്റെ ഇതൊക്കെ കളക്ട് ചെയ്യാനായിരുന്നു കുറച്ച് ദിവസം എടുത്തിരുന്നു. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് അല്ലേ വെക്കുന്നത്. എല്ലാം ഇപ്പം അങ്ങനെ തന്നെ വെച്ചു പോവുക. ഓക്കെ, നൈറ്റ് ആവുന്നുണ്ട്. ഇപ്പം നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ അറിയില്ല. ആയില്ല, കുറച്ചുകൂടി ആവുന്നുണ്ട്. നമുക്ക് ഇതുപോലെ താഴെ എങ്ങനെ ആക്കണം, അതുപോലെ തന്നെ മേലെയും വെക്കണം. മേലെ വെക്കണമെന്ന് വെച്ചാൽ നമുക്ക് വേണേൽ വെക്കാം. എന്തായാലും ഞാൻ വെക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടി നമുക്ക് വേണേൽ വെക്കാൻ മതി. ഓക്കെ, കിടക്കാനില്ല. ഇവിടെ തൊട്ടടുത്ത് അവിടെ ആയിട്ടൊരു ഈ മരം കണ്ടില്ലേ, ഇതൊരു കേവാണ്. ഇവിടെ ഫുൾ അടച്ചാണ് ഡോട്ട് വെച്ചിട്ട്. ഓക്കെ, അവിടെ നിന്ന് ഫുള്ള് ആടെയാകുമ്പോൾ രാത്രി ആകുമ്പോൾ ഒക്കെ സോംബി യൂസ് കളിച്ചിട്ടുണ്ട്. രാവിലെ വരെ വന്നിട്ട് കൊല്ലാൻ നോക്കും. ഓക്കെ, ഞാൻ ഈ താഴത്തെ ലെയർ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ മൊത്തം ഇത് വെച്ചിട്ടുണ്ട്, സ്റ്റെയർ. പിന്നെ ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഇവിടെ സ്റ്റെയർ വെച്ചിട്ടുണ്ട്. ബാക്കി അവിടെ പ്ലാങ്ക്സ് തന്നെ വെച്ച്, ഇവിടെ മൊത്തം പ്ലാങ്ക്സ് തന്നെ വെച്ച്. അപ്പോൾ മുമ്പ് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഇവിടെ നമ്മളില്ല, ഇത് മൊത്തം കൊബിൾ സ്റ്റോൺ ആക്കും. മേൽഭാഗത്ത് കൊബിൾ സ്റ്റോൺ എന്താക്കേണ്ടത് ഞാൻ ആലോചിക്കട്ടെ. അതിൻ്റെ പേരെന്തായിരുന്നു, വെള്ള കളർ അതുണ്ട്, അതിൻ്റെ പ്ലാങ്ക്സ് ഇല്ലേ, അതാക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് വീടിൻ്റെ ഫുള്ള് പണിയുമ്പോൾ ചെയ്യാൻ പറ്റില്ല. ഒന്ന് സ്ട്രൈപ്പ് ചെയ്യട്ടെ. എല്ലാം സ്ട്രൈപ്പ് ചെയ്ത് കുറച്ച് ദിവസം. പക്ഷേ ഞാൻ സ്പ്രൂസിൻ്റെതാണ് സ്പ്രൂസിൻ്റെ ലോഗില്ലേ, അതാണ് ഒരിക്കലും വേണ്ടത്. പക്ഷേ അത് നമ്മളിപ്പോൾ ഇല്ല. അവിടെ ഞാൻ കുറച്ച് ദൂരത്തൊക്കെ പോയി നോക്കി, അപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. ഓക്കെ, അതൊക്കെ ഒന്ന് സ്ട്രൈപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് പ്രത്യേകിച്ച് വരുന്നുണ്ടാവില്ല. അതിന് നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഒരു അയൺ ആർമർ ആവണം. കുറച്ച് പണിയൊക്കെ ഉണ്ട് ഗൈസ്. പെട്ടെന്ന് തന്നെ ഓരോ ഫാംസ് ഉണ്ടാക്കണം, വില്ലേജസിനെ കണ്ടിരിക്കണം. പിന്നെ വലിയ സ്ഥലം ചൂസ് ചെയ്യാനുള്ള കാരണം പറയുന്നതല്ല, ഇങ്ങനത്തെ സ്ഥലമാണ് വില്ലേജസിനെ കൊണ്ടുപോകാൻ സിമ്പിളാണ്. നമ്മൾ ഇവിടെയാണ് ഉണ്ടാക്കിയത്, ഒരു പുഴേൻ്റെ നടക്ക്, പുഴയിലൊരു ഒരു കടലിനെ ഇടാം. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് ഓഷ്യൻ്റെ ആടേക്ക് വന്നാൽ മതിയല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഒന്നാണ് വില്ലേജറിനെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിൽ നല്ല പണിയാണ്. അതുപോലെ തന്നെ അതാണ് മെയിൻ കാരണം. ഓക്കെ, നമ്മൾ വില്ലേജറിനെ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. വില്ലേജർ ഇവിടെ, പക്ഷേ കുറേ ദൂരം പോകേണ്ടി വരും. ഞാനിവിടെ നോക്കിയെടുത്തൊന്നും ഇപ്പം വില്ലേജ് ഇല്ലായിരുന്നു. അപ്പോൾ ഇനി നമുക്കൊന്ന് മേലെ കയറണം ഗൈസ്. എവിടെയോ സ്ട്രൈപ്പ് ചെയ്യാത്തതാണ്. ഓക്കെ, അതും സ്ട്രൈപ്പ് ചെയ്തിട്ടുണ്ട്. താഴെ കയറണം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്ര പണിയൊക്കെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ ഫുള്ളൊന്ന് ചുറ്റിക്കറക്കി കാണിച്ചു തരാം. ആദ്യം വീഡിയോ കാണിച്ചു തരാം. ഗ്ലാസ് പ്ലേ ഞാനവിടെ പോയി കാണിച്ചു തരാം. ഗ്ലാസ് പ്ലെയിൻസ് അങ്ങനെ എന്താണ്.
കോബിൾ സ്റ്റോൺ നല്ലോണം വേണം. കോബിൾ സ്റ്റോണൊക്കെ കൊണ്ടാണ് നമ്മൾ മേൽഭാഗം കോബിൾ സ്റ്റോണിനെ കൊണ്ട് ചെയ്യണോ എനിക്കൊരു ഇതുണ്ട്. ഞാൻ ആദ്യം ഇതുണ്ട് ഗ്ലാസ് പ്ലെയിൻസ് ഒരു സ്റ്റാക്ക് ഉണ്ടാക്കാം. ഒരു സ്റ്റാക്ക് ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി 40 ഗ്ലാസ് ഉണ്ട്. അപ്പം നമുക്ക് ഇത്രയ്ക്കും കുറേ ഉണ്ടാവും ഗ്ലാസ്. എന്തായാലും ഇപ്പം ഞാൻ ഇതിവിടെ വെച്ച് തുടങ്ങട്ടെ. ഗ്ലാസ് നമുക്ക് ഇപ്പം തന്നെ വെക്കാം ഗൈസ്. നമ്മുടെ ഗ്ലാസ് കുറേ ഉണ്ട്. ഞാൻ ഇവിടെ കുറേ കളക്ട് ചെയ്തിരുന്നു. ഗസ് ഞാൻ ഗ്ലാസ് മൊത്തം വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യും ഫ്രണ്ട്സ്. ഞാൻ ഫുള്ള് ഗ്ലാസ്സൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് എടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, ബാക്ക് പോയി കാണിച്ചു തരാം. ഇവിടുന്ന് കണ്ടാൽ മനസ്സിലാവില്ല. ഇവിടെയാണല്ലേ ഇങ്ങനെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടി ഒരു ഇതായിട്ട് തോന്നില്ലേ? ഓക്കെ, എല്ലായിടത്തും ഒരു സെയിം തന്നെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനാക്കി. പിന്നെ ഇവിടെ നമുക്ക് ഡോറ് വെക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് നമുക്ക് കോബിൾ സ്റ്റോൺ ആക്കണം. ഒന്ന് കോബിൾ സ്റ്റോൺ അല്ലെങ്കിൽ മറ്റേ വെള്ള മരം കണ്ടില്ലേ, അതിൻ്റെ പ്ലാങ്ക്സ് ആക്കും. എന്നിട്ട് റൂഫ് പിന്നെ ഓക്കിൻ്റെ പ്ലാങ്ക്സ് തന്നെ ആക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കൂടി ആക്കാം, ഡബിൾ സ്റ്റോറേഡ് ആക്കാം. ഓക്കെ, അപ്പം ഇന്നത്ര വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീടിൻ്റെ പണി ഇത്രയേ ഉള്ളൂ. വീടിൻ്റെ പണി ഇനിയും ഉണ്ട്. ഒക്കെ നമ്മൾ പിന്നെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫാംസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന ഇവിടെയാണ്. അയൺ ഫാം, വില്ലേജർ ഫാമൊക്കെ ഉണ്ടാവില്ലേ, ഇവിടെ വരണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, സോ ഇവിടുത്തെ കുറച്ച് കേവൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഫുള്ള് അടയ്ക്കണം ഗൈസ്. ഇവിടേക്ക് ഞാൻ പോയതാണ്, അവിടെയൊന്നും ഇല്ല, അതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞു വരികയാണ്. 53 പിന്നെ 52 പിന്നെ ഇപ്പോൾ 51. ഓക്കെ, അപ്പം ചിലപ്പോൾ ഞാൻ വീഡിയോ ഇട്ടായിട്ടായിരിക്കും. ഓക്കെ, സോ സ്കൂളിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ ചെയ്യേണ്ടിയിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് വൈകിപ്പോയി. ഓക്കെ, അപ്പം നമ്മൾ ഇനി വീഡിയോ അടുപ്പിച്ചല്ല, 2-3 ദിവസം വിട്ടിട്ടിടാൻ നോക്കാം. ഓക്കെ, പറ്റുമെന്നറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഓക്കെ, അപ്പം വീഡിയോ വീഡിയോ ആയിട്ടാണ് കൂട്ടുകാരുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.